ശ്രീജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രമുഖരെ കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടത് അല്ലേ? പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം ഇതുവരെയായും ആരംഭിച്ചിട്ടില്ല. പകരം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടിമാർ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ വെളിപ്പെടുത്തലുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഒരു IPS ഉദ്യോഗസ്ഥർ, വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരുടെ അതിൽ 2 പേരൊഴിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ ക്വാളിറ്റിയെക്കുറിച്ച് ഷാജഹാൻ ഇതിനകം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം സർക്കാർ ഇതുവരെയായും ആരംഭിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കാം ഈ പ്രമുഖരുടെ സോക്കോൾ പ്രമുഖരുടെ പേരുകളൊന്നും സർക്കാർ വെളിയിൽ വിടാത്തത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ 2 ആരോപണങ്ങളും, അതായത് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും രണ്ടും ഒരേപോലെ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഇതിൽ ഏതൊക്കെ ആരോപണങ്ങൾ ശരിയാണ്, ഏതൊക്കെ ആരോപണങ്ങൾ വ്യാജമാണ് എന്ന രീതിയിലത്തേക്കുള്ള പല ചർച്ചകളും സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട്. അല്ലാത്ത ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഇത്രയും പേര് വന്നാൽ പോരല്ലോ, ഇനിയും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ഇതിനെ ഒരു സ്പെക്ടക്കിൾ എന്ന രീതിയിലത്തേക്ക് മാത്രം രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും കാണുകയാണ്. നേരെ മറിച്ച് ഇതിൽ ശരിയായിട്ടുള്ള കാര്യം, അതായത് ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ്, ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്, മറുഭാഗത്തിന് പറയാനുള്ളത് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നീതിപൂർവകമായിട്ടുള്ള ഒരു അന്വേഷണ ടീമിന്റെ മുന്നിലും പിന്നീട് ഒരു ഹയർ അതോറിറ്റി എന്ന രീതിയിൽ അതൊരു വിചാരണ കോടതിയിലുമാണ് തീരുമാനിക്കപ്പെടേണ്ടത്, അറിയപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും ഒരു ജഡ്ജ്മെന്റിൽ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് എന്താണ് എന്നുള്ളത് പിന്നീട് പുറത്തു വരേണ്ടതാണ്. ഇതിന്റെ വിശദ വിവരങ്ങളെല്ലാം തന്നെ വരേണ്ടതാണ്. ഒരുപക്ഷെ കേരള സമൂഹം പോലും അതിന് തുനിയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഉമ്മൻചാണ്ടിയാണ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണവും. കാരണം അദ്ദേഹത്തിനെതിരെ ഇതേപോലെ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസോട് കൂടിയിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രായം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും അദ്ദേഹം ചെയ്തിരുന്ന എന്തോ വലിയ പുണ്യം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിനുള്ളിൽ തന്നെ തന്റെ പേര് ഇതിൽ നിന്ന് ക്ലിയർ ചെയ്ത് കിട്ടുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് 100% നമ്മൾ ആ സ്ത്രീയോടൊപ്പം തന്നെ നിന്നിരിക്കണം എന്നുള്ള ഒരു കൺസ്ട്രക്റ്റിലൊന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. ആർക്കും ആരെക്കുറിച്ചും തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം, വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം, ശരിയായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിക്കാം. അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരേ യാർഡ് സ്റ്റിക്കോട് കൂടി കാണുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോക്സോ കേസുകളോ SC/ST അട്രോസിറ്റീസ് ആക്ടോ ഒക്കെ തന്നെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും പല കണ്ടെത്തലുകളും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യവുമാണ്. സ്ത്രീപക്ഷം നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരോപണം നേരിടുന്ന ആൾക്കാർക്കും ഒരു തുല്യനീതി എന്നുള്ള ഒരു വശമുണ്ട്. അവരുടെ വീട്ടിലും സ്ത്രീകളുണ്ട്, അവരും അവരുടെ മാനത്തിനും വിലയുണ്ട്, തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇനി ഇപ്പോൾ നടക്കുന്ന ഒരു വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളാണെങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പരസ്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോഴോ രഹസ്യമായിട്ട് അത് ഒരു ബോഡിയുടെ മുന്നിൽ പറയുമ്പോഴോ ആ ആരോപണം പൂർണ്ണമായിട്ടും സത്യസന്ധമാണ് എന്നും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നും ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ് ആ ആരോപണം നേരിടുന്നത് എങ്കിൽ അവർക്ക് ഒരേ രീതിയിലുള്ള നിലപാടുകളാണ് അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുമുള്ള ഒരു ബോധ്യമുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇന്നുണ്ട്? ഒരാളുമില്ല. സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിളും മൈക്കും എടുത്തിട്ട് പ്രചരിപ്പിക്കുന്ന ആൾക്കാരോ പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പോകുന്ന ആൾക്കാർക്കോ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. എപ്പോഴും ഇത് തങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ നേരിടുന്ന ആരോപണങ്ങൾ എന്താണോ ആ ആരോപണങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്നതിനും, മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാർ നേരിടുന്ന ആരോപണങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ഈ തീവ്രതാ മാപിനികളൊക്കെ പല ആൾക്കാരുടെ കയ്യിലുണ്ട്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എല്ലാവരെയും തന്നെ അവരെല്ലാം തന്നെ കൊള്ളരുതാത്തവരാണ് എന്ന് ചിത്രീകരിക്കുന്നതിനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഒപ്പം അന്ന് സോളാർ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആരോപണ വിധേയരായിട്ടുള്ള പൊതുപ്രവർത്തകർ എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള എത്ര പേർ ലൈംഗികമായിട്ട് മോശമായിട്ട് ഒരു സ്ത്രീയെ ഉപയോഗിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ സമയത്ത് ഇടതുപക്ഷം എടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയോട് അവരെടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു? നേരെ മറിച്ച് അവരുടെ ഭാഗത്ത് നിൽക്കുന്ന, അവരുടെ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എത്ര പെട്ടെന്നാണ് ഉൾട്ടാടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ പല ശശിമാരുടെ വിഷയങ്ങളുണ്ട്.
മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാരുടേതുണ്ട്, മന്ത്രിസ്ഥാനത്ത് ഇരുന്നിരുന്ന ആൾക്കാരുടേതുണ്ട്. ഇവർക്ക് വേണ്ടപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ അടക്കമുള്ള പല ആൾക്കാരും അവിടെ ഇരുന്ന സമയത്തെല്ലാം തന്നെ പല പല ആരോപണങ്ങൾ കേട്ടിരുന്നതാണ്. ആ ആരോപണങ്ങളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ശ്രീമതി പി കെ ശ്രീമതിയാണ്. നോക്കൂ, ശ്രീമതി പി കെ ശ്രീമതി സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ മറ്റുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന നിലപാടാണോ ഈ ഒരു വിഷയത്തിൽ, ഇപ്പൊ പ്രത്യേകിച്ച് മുകേഷിന്റെ വിഷയം വരുന്ന സമയത്ത് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഓൺ റെക്കോർഡ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. CPM-ന്റെ പ്രഖ്യാപിത നിലപാട് എന്താണ്? CPM-ന്റെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്ത് കണ്ടിരിക്കുന്നത് BJP MP ആയിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ കേസിലാണ്. റെസ്ലിംഗ് താരങ്ങളോട് മോശമായിട്ട് പെരുമാറിയിരിക്കുന്നു. അപ്പോൾ ഒരു സിറ്റിംഗ് MP ആണ്, 6 തവണ BJP-യുടെ MP ആയ ആളാണ്. ആ വ്യക്തിക്കെതിരെ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ മാത്രമാണ് വരുന്നത്. ഇന്ന് മുകേഷിന് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ലീവേ ഒന്നും തന്നെ അവർക്ക് കൊടുക്കുന്നില്ല. അന്ന് ശ്രീമതി പി കെ ശ്രീമതി അടക്കമുള്ള ആൾക്കാർ ഇവർ രാജിവെക്കണമെന്ന് പറഞ്ഞു. CPM-ന്റെ സ്റ്റാൻഡ് അതായിരുന്നു. രാജിവെക്കുക എന്നതിനപ്പുറത്തേക്ക് അറസ്റ്റ് ചെയ്യണം എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. സമാനമായിട്ടുള്ള സാഹചര്യം പല സ്ത്രീകളിൽ നിന്ന് ആരോപണം നേരിടുന്ന ഒരു സിറ്റിംഗ് MLA-ക്ക് വരുമ്പോൾ അത് തങ്ങളുടെ പാർട്ടി നേതാവാകുന്ന ഒരു ഘട്ടത്തിൽ ഇതേ ആൾക്കാർ തന്നെ, പ്രത്യേകിച്ച് ശ്രീമതി പി കെ ശ്രീമതിയൊക്കെ ചോദിക്കുന്നത്, അങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ രാജിവെക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഏത് നിയമപുസ്തകം റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾ മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാരാണ് ആരോപണത്തിൽ പെടുന്നത് എങ്കിൽ അവർ രാജിവെക്കണമെന്ന് പറയുന്നതും, നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഉൾട്ട അടിക്കുന്നതും എന്നുള്ളത് നിങ്ങൾ തന്നെ സമയം കിട്ടുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി മറ്റുള്ള പാർട്ടികളെ നോക്കൂ. ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് 2 സിറ്റിംഗ് MLA-മാർ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടില്ലേ? അത് രണ്ടും സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന രീതിയിലോ അല്ലെങ്കിൽ ബലാത്കാരം ചെയ്തു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങൾ നേരിടുന്നു. അതിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് കുറച്ചുകൂടി പഴയ വിഷയമാണ്, പക്ഷെ കുറച്ചുകൂടി റീസെന്റ് ആയിട്ടുള്ള വിഷയത്തിൽ MLA ഒളിവിൽ എന്നാണ് വാർത്തയുണ്ടായിരുന്നത്. MLA കാണുന്നില്ല, MLA ഒളിവിൽ എന്ന രീതിയിലത്തേക്ക് കണ്ടു. പക്ഷെ അത് ചോദിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് എന്താണ്? നോക്കൂ, ആ കേസിൽ 2 കോടതികൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ മുകേഷിനും കോടതിയെ സമീപിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കോടതി ഒരു അഭിപ്രായം പറയുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്യാനുള്ള ഒരു തുല്യനീതി എന്ന് പറയുന്നത് അവിടെ ലഭ്യമാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരും തന്നെ ഇങ്ങനെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ബോഡി ഗാർഡ്സ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഇതിനെ ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ ആൾക്കാരൊക്കെ തന്നെ ശ്രമിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നയമാണ്. ഒരുപക്ഷെ ഒരു നിയമമൊന്നും തന്നെ ഈ രീതിയിലത്തേക്ക് രൂപീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു സ്ത്രീ വന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ രാജിവെക്കണമെന്നൊരു നിയമം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നാളെ ശ്രീ VD സതീശനെതിരെയും ശ്രീ പിണറായി വിജയനെതിരെയും ഒക്കെ തന്നെ ആർക്കും എന്തും പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അവരെ മാറ്റാൻ കഴിയുമെന്നൊരു ചട്ടുകമായിട്ട്, ഒരു ഉപകരണമായിട്ട് നിയമത്തിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയണം, ഇതാണ് ഞങ്ങളുടെ നയം, ധാർമ്മികതയാണ് അതിന്റെ അളവുകൾ. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അവർ പറയണം, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നുകിൽ പ്രത്യക്ഷമായിട്ട് മാറി നിൽക്കാൻ പറയാം. പണ്ട് പ്രകാശ് കാരാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, MP-യോ MLA-യോ ആണ് എങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ രാജി ആവശ്യപ്പെടുമെന്ന്. മുകേഷ് ഒരു MLA ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ എന്ന് എനിക്കറിയില്ല. MP ആകാനായിട്ട് ഈ അടുത്ത കാലത്ത് അവർ തെരഞ്ഞെടുത്തിരുന്ന ഒരാളാണ് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലേ എന്നും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ പറയുക MLA MP തുടങ്ങി ഏതെങ്കിലും ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിഷ്കരുണം, അദ്ദേഹം ആരായാലും അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ ഞങ്ങൾ പറയും എന്ന് പറയണം. കാരണം അത്രത്തോളം ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ് എന്ന് പറയണം. അതല്ല എങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടായതിനു ശേഷം അതിൽ കോടതി എന്തെങ്കിലും ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന സമയത്ത് മുൻകൂർ ജാമ്യം നൽകുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കരുതിക്കോളും. കാരണം മിക്കവാറും എല്ലാവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും. അപ്പൊ മുൻകൂർ ജാമ്യം കിട്ടുന്നില്ല എങ്കിൽ പ്രാഥമികമായിട്ട് അതിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കത്തക്ക കാര്യമുണ്ട് എന്നൊരു കോടതിക്ക്, ഒരു ജഡ്ജിന്, ഒരു മജിസ്ട്രേറ്റിന് തോന്നിയിട്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിനോട് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടും എന്നെങ്കിലും ഏറ്റവും മിനിമം പറയണം. പക്ഷെ അത് പറയില്ല. ആർക്കെതിരെയും ആരോപണം ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരാണെങ്കിൽ ഒരു നിലപാട്, നമ്മുടെ ഒപ്പമുള്ള ആളാണെങ്കിൽ ഒരു നിലപാട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഴകുഴമ്പൻ നയം എന്നുള്ളതല്ലാതെ, രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു എന്നതല്ലാതെ ഇവർക്ക് ആർക്കും തന്നെ ആത്യന്തികമായി സ്ത്രീകളോട് എന്തെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരിങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത്. അല്ലെങ്കിൽ കുറ്റം തെളിയുന്ന സമയത്തെങ്കിലും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പരസ്യമായി പറയുകയും അതിന് മാപ്പ് പറയുകയും വേണം. അത് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഇവർ ചെയ്തിട്ടുണ്ടോ?
എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അപ്പൊ മുഖ്യമന്ത്രിക്ക് തന്നെ ആ രീതിയിലത്തേക്കുള്ള ഒരു അവസ്ഥ നേരിട്ടിരിക്കുന്ന ഒരു നാടാണിത്. അതുകൊണ്ട് ഞാനിതിൽ ജഡ്ജ്മെന്റിൽ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം, അതിപ്പോൾ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന പാനലായിക്കോട്ടെ, അതിന്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ, അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ഈ ആൾക്കാരെയൊക്കെ അപ്രോച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സർക്കാരിന് വേണ്ടത് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന പരാതിയാണ് എന്ന് നിയമപ്രകാരമാണ് എങ്കിൽ അവരോട് പറയുക. നേരത്തെ അവർ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാതിരുന്നത്? അവരുടെ പ്രൈവസി അവർക്ക് ഗാർഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പറയുക, ഇപ്പൊ പുറത്തു നിന്നുള്ള കുറെ അധികം ആൾക്കാർ തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരമുണ്ട്, പൊതുജനം നിങ്ങളുടെ കൂടെയാണ്, സർക്കാർ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾക്ക് എന്താണോ ഈ പേര് പുറത്തു വന്നാലുള്ള ഭയം, ആ ഭയത്തിനെ നീക്കുന്ന രീതിയിൽ സർക്കാർ ഒപ്പമുണ്ട്, നിങ്ങൾക്കുള്ള എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾ തയ്യാറാണ് തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം നിൽക്കാനായിട്ട് ഒരാൾ വരില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ 60 പേര് അവിടെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ 60 പേര് വേണ്ട, ഒരാൾ വരുമല്ലോ. ആ ഒരാളിന്റെ കേസ് നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. അപ്പൊ അതുപോലും നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ലാതെ ഇതിനു മുന്നിൽ അടയിരിക്കുക, എന്നിട്ട് ഇതിൽ ആരോപിതരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്നതിനെപ്പറ്റി അറിയുക, അവരെ സിനിമാ നയം രൂപീകരിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ കരട് രൂപീകരിക്കാനുള്ള കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരിക, അവരെ തുടർച്ചയായിട്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പണച്ചെലവ് നടത്തിയതിനു ശേഷം, പ്രചരണം നടത്തിയതിനു ശേഷം, നിങ്ങളുടെ എല്ലാ യന്ത്രവും രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ തന്നെ സർക്കാരിലേക്ക് നിങ്ങളുടെ ചോസൻ വൺ ആയിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് വന്ന ഒരാൾ രാജിവെച്ച സാഹചര്യത്തിൽ പോലും സമാനമായിട്ടുള്ള ഒരു തീരുമാനം മറ്റൊരു MLA, അതായത് ഒന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ മാത്രമേ ആകുന്നുള്ളൂ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ല. അപ്പൊ അദ്ദേഹത്തിന് പോലും ബാധകമാകുന്ന എന്തോ ഒരു മൊറാലിറ്റി ഇവിടെ നിങ്ങളുടെ ഒരു ജനപ്രതിനിധിക്ക് ബാധകമല്ല എന്ന രീതിയിലേക്ക് പറഞ്ഞാൽ ഇരട്ടത്താപ്പ് എന്നല്ലാതെ അതിന് മറ്റൊരു പേരും എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. ശ്രീ അനിൽ നമ്പ്യാർ.